ഹിന്ദുസ്ഥാനി സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെ വളരെ പതുക്കെ പാടുന്ന എല്ലാ പാട്ടുകളും ഗസലാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്, പ്രത്യേകിച്ച് മലയാളിക്ക്. ആ ധാരണയെ തിരുത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. ഗസലിനൊരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ട്. ഗസലുകൾ എഴുതാറുള്ളത് ഈ രണ്ട് വരികളായിട്ടാണ്. അതിന് നമ്മൾ ഉറുദുവിൽ പറയുക ഷേർ എന്നാണ്. ഒരു ഗസലിൽ 3 മുതൽ 15 വരെ ഷെയറുകൾ ഉണ്ടാവാം. ജാവേദ് അക്തർ അതിൻ്റെ തീമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട വിവിധ ടേസ്റ്റിലുള്ള ബിസ്ക്കറ്റുകളെ പോലെയാണ് ഒരു ഗസലിലെ ഷെയറുകൾ എന്നാണ്. ഒരേ തീം കൺവേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഗസൽ തുടങ്ങുന്ന ആദ്യത്തെ ഷെയറിനെ മത്ല എന്നാണ് പറയുക. അവസാനിക്കുന്ന ഷെയറിനെ മക്ത എന്നും പറയും. ഈ അവസാനിക്കുന്ന ഷെയറിലാണ് അല്ലെങ്കിൽ 2 വരികളിലാണ് തഹല്ലുസ് എന്ന ഒരു ഭാഗം ഉണ്ടാവാറുണ്ട്. അത് പോയറ്റ് അദ്ദേഹത്തിൻ്റെ പെൻനെയിം കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ഇത് കൂടാതെ ഗസലുകളിൽ സാധാരണ പ്രാസം ഉണ്ടാവാറുണ്ട്, അതായത് റൈമിംഗ് വേർഡ്സ്. അതിനെ നമ്മൾ കാഫിയ എന്ന് ഉറുദുവിൽ പറയും. കാഫിയയ്ക്ക് ശേഷം വരികളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പദങ്ങളെ അല്ലെങ്കിൽ പദസമൂഹങ്ങളെയാണ് റദീഫ് എന്ന് പറയുക. ഇതൊക്കെ കൂടാതെ ഒരു ഗസലിന് വരികൾക്ക് മീറ്റർ ഉണ്ടാവും. അതിന് ബെഹർ എന്നാണ് പറയുക. ലെങ്ത് എന്നുള്ളത് മനസ്സിലാക്കിയാണ്. ബെഹർ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ഇത്തരം ഫോർമൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന കാവ്യരൂപത്തിനെയാണ് ഗസൽ എന്ന് വിളിക്കുക. മലയാളത്തിൽ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയമുള്ള ഗസലുകളൊക്കെ, ഗസൽ എന്ന് വിളിക്കുന്നതൊക്കെ ഗീത് നുമാ ഗസലാണ് അല്ലെങ്കിൽ ഗസൽ ഗീതങ്ങളാണ്. അതിലിപ്പം സുനയനെ സുമുഖി സുമവദനെ സഖി എന്ന് പറയുന്ന ഒരു ഗസൽ, ഉമ്പായിയുടെ ഗസൽ. അതിൽ നമുക്ക് പ്രാസം കാണാൻ പറ്റും, പക്ഷേ റദീഫില്ല. അതുകൊണ്ട് അത്തരം കാവ്യരൂപങ്ങളെ നമ്മൾക്ക് ഗസൽ എന്ന് വിളിക്കാൻ നിവൃത്തിയില്ല. പിന്നെ കാലങ്ങൾ കൊണ്ട് ഗസലിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. എന്നാലും അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മേൽ പറഞ്ഞവയാണ്. ഇതല്ലാത്തതൊക്കെ ഗസൽ ഗീതങ്ങളോ ഭാവഗീതങ്ങളോ ആണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.